വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ വല ദോശ അഥവാ നെറ്റ് ദോശയാണ് ചെയ്യുന്നത്. അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും. നമ്മൾ വല ദോശയ്ക്ക് ഒരു ഫ്ലേവറിനായിട്ടാണ് ഞാൻ ഇത് രണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മിക്സിയിൽ ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഓക്കെ, നമുക്കിനി ഇതിൽ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം, ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മതി. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, 1-2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഈ സവാളയും പെരിഞ്ചീരകവും നമുക്ക് വേണ്ട, ഇതിൻ്റെ നീര് മാത്രം മതി. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കണം. ഓക്കെ, അതിൻ്റെ നീര് മാത്രം മതിയാവും. ഇതാ കണ്ടല്ലോ, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പം ഉള്ളിയും പെരിഞ്ചീരകവും കൂടെ അരച്ചത്. ഇവിടെ ഞാൻ ഈ ഒരു ഗ്ലാസ് നിറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം, ഒരു ജാറിലോട്ട്. അപ്പം നമ്മൾ നേരത്തെ തട്ടിയ മൈദയിലോട്ട് ഒരു മുട്ട ചേർക്കാം. അപ്പം നമ്മൾ മൈദയും മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ, ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ, ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതെടുക്കുക. തേങ്ങാപ്പാലൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ വെള്ളം ചേർത്താലും മതിയാകും. ചേർത്തിട്ടും നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഇതെന്താ അരച്ചെടുത്തിട്ടുണ്ട്, ഇതാ കണ്ടല്ലോ, നല്ല ലൂസായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, നമുക്കിതിനെ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത പെരിഞ്ചീരകവും സവാളയും കൂടെ ചേർന്ന മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കണം. നല്ല ലൂസായിട്ട് വേണം ഇതിരിക്കാനായിട്ട്, കട്ടിയൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അടിക്കണം. ഓക്കെ, നല്ല ലൂസ് പരുവത്തിന് ഇത് കിട്ടണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിൽ എന്താ ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ ഇതേപോലെ ഡക്കണിൽ ഹോൾസ് ഇട്ടിട്ട് നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയ ഈ മാവ് ഈ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ് ദോശ ചുടുമ്പോൾ ആ ഒരു ഡിസൈൻ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഹോള് ഉള്ള ഇതെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഹോളുള്ള പാത്രം നമുക്കിത് ഉണ്ടാക്കാനായിട്ടുള്ള. ചെറിയ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൻ്റെ ആ ഒരു ഷേപ്പിലുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ നിറച്ച് ഹോൾസ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ളത് നമ്മൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഒഴിച്ചിട്ട് നമുക്ക് ഈ ഡക്കൺ വെച്ച് അടച്ചു കൊടുക്കാം. നമുക്ക് വലദോശ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മൾ തിരിച്ചിടുന്നതിൻ്റെ കാര്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടും. ഓക്കെ, ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം, ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇതാ കണ്ടല്ലോ. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളി നെറ്റ് ദോശ, വല ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതിനെ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. ഓക്കെ, എന്തെങ്കിലും കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ.